30 രൂപയായിരുന്നത് 150 രൂപയാക്കി. SSLC സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തലിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചു. SSLC സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തുന്നതിനുള്ള ഫീസ് 4 മടങ്ങായി വർദ്ധിപ്പിച്ചു. 30 രൂപയായിരുന്നത് 150 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. ഫീസ് വർദ്ധിപ്പിക്കണമെന്ന നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ ശുപാർശയിലാണ് നടപടി. പുതിയ സർട്ടിഫിക്കറ്റിന്റെ വിലയും പ്രിന്റിംഗ് ചെലവുകളും പരിഗണിക്കുമ്പോൾ ഫീസ് ഇനത്തിൽ ഈടാക്കുന്ന 30 രൂപ കുറവാണെന്ന പരീക്ഷാ കമ്മീഷണർ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ വഴി പേര് മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ SSLC ബുക്കിൽ തിരുത്തൽ വരുത്തി നൽകുന്നതിനായി പരീക്ഷാ കമ്മീഷണർക്ക് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിന് പ്രത്യേക ഫീസ് നിശ്ചയിച്ചിരുന്നില്ല. മറ്റ് തിരുത്തലുകൾക്ക് ഫീസായി നിശ്ചയിച്ചിരുന്ന തുക തന്നെയാണ് ഇതിനും ഈടാക്കിയിരുന്നത്. ഈ തുകയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചുള്ള ഉത്തരവിറക്കിയത്. കണ്ണൂർ കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി. പ്രതി വിഷം കഴിച്ച ആശുപത്രിയിൽ. വ്യാജ സീലുണ്ടാക്കി ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം തട്ടിയെടുത്തുന്ന പരാതിയിൽ പ്രതിയായ കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TP മുരളിയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പിനിരയാക്കിയെന്ന് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇയാളെ പ്രവേശിപ്പിച്ചത്. കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി എന്നിവരുടെ പരാതിയിലാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. മുൻമന്ത്രി EV വേലുവിന്റെ വീട്ടിലെ റെയ്ഡ്. പണി നടക്കാതെ 7 കോടി കരാറുകാരന് നൽകിയെന്ന് കണ്ടെത്തി. തമിഴ്നാട് മുൻമന്ത്രി EV വേലുവിന്റെ വീട്ടിലെ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 40 ലക്ഷം രൂപയും നിർണായക രേഖകളും പിടിച്ചെടുത്തതായി വിജിലൻസ്. 2022 കരൂരിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് റെയ്ഡ്. പണി നടക്കാതെ 7 കോടി രൂപ കരാറുകാരന് നൽകിയെന്നും നിർമ്മാണ കരാറിന് പിന്നാലെ പണി തുടങ്ങും മുമ്പേ 77% തുകയും കൈമാറിയെന്നും വിജിലൻസ് കണ്ടെത്തി. അഴിമതി വിരുദ്ധ സംഘടന പരാതി നൽകിയതിന് പിന്നാലെ രാത്രിയിൽ ചിലയിടത്ത് റോഡിന് വീതി കൂട്ടുന്ന പണികൾ നടത്തിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 11 പ്രതികളുള്ള കേസിൽ മുൻമന്ത്രി വേലുവാണ് 1-ാം പ്രതി. നാളെ ഡ്രൈ ഡേ. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നാളെ സമ്പൂർണ്ണ ഡ്രൈ ഡേ. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്നു പ്രവർത്തിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ബെഫ്കോ ഔട്ട്ലെറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് തീരുമാനം. ഓരോ വർഷവും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1987 ഡിസംബറിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതു അസംബ്ലിയാണ് ലോക ലഹരി വിരുദ്ധ ദിനം നിശ്ചയിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ എക്സൈസ്, സാമൂഹ്യനീതി വകുപ്പുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും ചേർന്ന് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രവാസികൾക്ക് വൻ തിരിച്ചടി. പാസ്പോർട്ട് നിരക്കുകൾ കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ. സാധാരണ സ്കീമിൽ പുതിയ പാസ്പോർട്ടിനുള്ള ചെലവ് 2500 രൂപയായും തൽക്കാൽ സ്കീമിൽ 5000 രൂപയായി വർദ്ധിപ്പിച്ചു. ജൂലൈ 1 മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരും. പാസ്പോർട്ട് റൂൾസ് 2026 വഴി വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പുതുക്കിയ നിരക്കുകൾ 2012 ശേഷം പാസ്പോർട്ട് നിരക്കുകൾ വരുത്തുന്ന പ്രധാന മാറ്റമാണിത്. ഇതിനു മുമ്പ് 2012 നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. അന്ന് സാധാരണ 36 പേജുള്ള പാസ്പോർട്ടിന്റെ നിരക്ക് 1000 രൂപയിൽ നിന്ന് 1500 രൂപയായും തൽക്കാൽ നിരക്ക് 2500 രൂപയിൽ നിന്ന് 3500 രൂപയായും സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. പാസ്പോർട്ട് എന്നത് പ്രാഥമിക ഒരു യാത്രാരേഖ മാത്രമാണെന്നും ഇന്ത്യൻ പൗരത്വത്തിന്റെ തെളിവല്ലെന്നും സർക്കാർ വ്യക്തമാക്കിയതിന് തൊട്ടടുത്ത ദിവസമാണ് പുതുക്കിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത്.